നിങ്ങളന്ന് പിന്നെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച പിള്ളേരെല്ലാരും കൂടെ ടൂർ പോവാൻ പ്ലാൻ ചെയ്തില്ലായിരുന്ന? എന്നിട്ട് എന്താ ചേച്ചി പോവാഞ്ഞത്? നിന്റെ ചേട്ടനോട് ചോദിച്ചു നോക്ക്, അമ്മേനെ കേട്ടത് എവിടെയെങ്കിലും വിടുവോ? എന്റെ പൊന്നിലില്ലി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ആ മനുഷ്യൻ സമ്മതിക്കില്ല. കണ്ടില്ലെങ്കിൽ ഒരു നേരം വെപ്രാളം വിളിയിട്ട് തന്നെ. ഞാൻ ആ കാര്യം ചോദിച്ചാൽ അന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഫുള്ള് നീ ഉണ്ടാവൂലേ? അപ്പൊ ഇവിടെ കഞ്ഞി ഞാൻ വരുമ്പോ ആരും എനിക്ക് ചോറ് എടുത്തു തരും. ഞാൻ പറഞ്ഞ മുത്തുണ്ടല്ലോ ഇവിടെ, എവിടെയും പോവാൻ സമ്മതിക്കില്ല ക്ലീറ്റോ. അമ്മ പ്രായമായിരുന്നുള്ളൂ, ഇപ്പോഴും ഭയങ്കര പ്രേമമാണ് ഡാഡിക്ക് അമ്മയെടുത്ത്. സത്യം, അമ്മ ഇല്ലാതെ ഒരു നിമിഷം പറ്റൂല. ഭാഗ്യമല്ലേടി. ഭാഗ്യം എന്ന് വെച്ചാൽ അമ്മ പോണെന്ന് പറയുമ്പോഴേ വെപ്രാള, പിന്നെ ഇങ്ങനെ കാരണം കണ്ടുപിടിക്കണേ. അറിയൂല എന്നിട്ട് എന്നാ നീ പോവണ്ട എന്ന് പറയൂല. പോണ്ടാന്ന് പറയുന്നത് പോണോന്ന് ചോദിക്കും. കാര്യം എന്താന്ന് അറിയില്ല. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം ക്ലീറ്റോന്റെ വിഷമം അതാണെന്നുള്ളത്. എന്നാലത് കേൾക്കുമ്പോ ഒരു സുഖമല്ലേ. ഞാനും പോയി മാമി ഹോസ്റ്റലില്. ഡാഡിക്ക് എന്നെ വിട്ടതിന് ഇത്ര വിഷമമൊന്നുമില്ല. പക്ഷെ അമ്മ ഒന്ന് മാറി നോക്കട്ടെ. അത് പിന്നെ എന്റെ കിട്ടിയോനല്ലേ, എന്നോട് സ്നേഹം ഉണ്ടാവൂലേ. പിന്നെ ഇതൊക്കെ ഇത്തിരി ഓവർ സ്നേഹമാണ്. ഇപ്പോഴും കണ്ടാ കീരിയും പാമ്പുക. സത്യം. ഒരു സ്ഥലത്ത് ഞാൻ പോണത് ഇഷ്ടമല്ല. ഞാൻ പോട്ടെ ചേച്ചി. നീ എന്തേ പോന്നെ? അല്ല, ഞാൻ പെട്ടെന്ന് ആ കാര്യം ഓർത്ത് ചേച്ചി അന്നിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ പോണെന്ന്. പിന്നെ പോയി. അവരൊക്കെ പോയി. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് പറഞ്ഞു. അല്ലടാ, ഞാനേ ആലോചിക്കായിരുന്നു, അവനൊരു വാക്കിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോടാ. അമ്മാവൻ ഗുരുവായൂരപ്പനെ പറ്റിയാണ്. ആ എന്ത്? ഞാൻ കൊണ്ടുപോയില്ല അമ്മേ. അമ്മ ഇനി അമ്മേനെ വിഷമിക്കണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. അല്ല, ഞാൻ പലപ്പോഴും ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഗുരുവായൂർ പോകണമെന്ന്. എന്നാൽ അവൾ പോയപ്പോൾ പുറകെ ഓടിയല്ലോ അവൻ. എൻ്റെ ചേച്ചി വരുന്നൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. എനിക്ക് തോന്നണത് അമ്മായിയാണ് ആദ്യം പോയിരുന്നത്. അതിന്റെ കൂടെ അമ്മാവന്റെ പോയെന്നേ ഉള്ളൂ. അതിനകത്തൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നു, പെട്ടെന്ന് തീരുമാനിച്ച് പോണല്ല. അത് എത്ര പെട്ടെന്ന് തീരുമാനിച്ചാലും ശരി തന്നെ. ഞാനൊരു തീരുമാനം എടുത്താൽ അപ്പോഴും നിൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറയും, എടാ എൻ്റെ ചെറുക്കനെ അറിയിക്കണേ, ഞാൻ എൻ്റെ മോനെ പോലെ തന്നെയാണ് വളർത്തിയത്. ആ ഒരു നന്ദി എന്ന് പറയുന്നവനില്ലല്ലോ. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അടുത്ത ആഴ്ച നമുക്ക് ഗുരുവായൂർ പോകാം. അല്ലടാ, ലില്ലി പറഞ്ഞില്ലായിരുന്നേ നമ്മൾ ഈ കാര്യം അറിയാമായിരുന്ന. ഓട്ട് സാരമില്ല. മൂന്ന് പ്ലേറ്റ് എടുത്തോ. ദോശ. അമ്മാവന്റെ കാര്യം പറയായിരുന്നു. മക്കളും കൂടെ ഇരിക്കട്ടെ. എനിക്കിപ്പോ വേണ്ടമ്മേ, ഭയങ്കര തലവേദന. ചേടാ, എന്താ തലവേദന? നീ കഴിച്ചില്ലല്ലേ? കഴിക്കമ്മേ. മക്കളും കൂടെ ഇരിക്കേ. എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. ഗുളിയൊന്നും ഇരിപ്പില്ലേടാ? ഗുളിക ഞാൻ കഴിച്ചോളാം. അല്ല, തലവേദന എപ്പോ വന്നു? തലവേദന എപ്പോ വന്നെന്നൊക്കെ പറയാൻ പറ്റുമോ കേട്ടോ? അങ്ങ് വന്ന് കഴിച്ചിട്ട് പാത്രമൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കാം. അമ്മ കഴുകാനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിക്കണേ. നീയായിട്ട് വല്ല വഴക്കുണ്ടായ? ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു, അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു? വഴക്കിന് പോണത് പിന്നെ അവളുമായിട്ട് വർത്താനം പറയുന്നൊന്നും കേട്ടതുമില്ല. അവിടെ ഒരു വർത്താനം ഒന്നും കേട്ടില്ല. ഇനി പിന്നെ ഈ ഓരോ പിള്ളേർക്ക് ഓരോ സ്വഭാവം ഓരോ സമയത്ത് വന്ന് കയറിക്കോളൂ. എന്തോ ചെയ്യാനാ? നീ കഴിക്ക്. അവൾക്ക് തോന്നുമ്പോൾ ഇനി കഴിക്കട്ടുണ്ടില്ല. അത് ചിലപ്പോൾ തലവേദനയായിരിക്കും. അയ്യോ,